പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ സുഭാഷിതങ്ങൾ 4:23 പറയുകയാണ്, നിന്റെ ഹൃദയം ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക എന്ന്. ജീവൻ്റെ ഉറവകൾ അവിടെ നിന്നാണ് ഒഴുകുന്നതെന്ന്. പ്രിയ സഹോദരങ്ങളെ, വിശ്വസിക്കുന്നവരിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ ഉറവകൾ ഒഴുകുന്നു. ദൈവത്തിനോടുള്ള വിശ്വാസമുള്ളവർക്ക് അവരെ എപ്പോഴും ദുർഭാഷണങ്ങൾ, അധാർമികമായ വ്യർത്ഥ ഭാഷണങ്ങൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറും. കുടിലഭാഷണങ്ങൾ, ഏഷണികൾ, പരദൂഷണങ്ങൾ ഇതിൽ നിന്ന് നമ്മൾ വിട്ടകലണം. കാരണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിലേക്ക് സഞ്ചരിക്കുന്നവരാണ്. എല്ലാ മനുഷ്യരുടെ ഇടയിലും സഞ്ചരിക്കുന്നവരാണ്. ഇതെല്ലാം നമ്മൾ കേൾക്കും, കാണും. അപ്പോൾ നമ്മൾ നമ്മുടെ വാ പൂട്ടുക, നമ്മുടെ ഹൃദയത്തിൽ അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കയറാതിരിക്കാൻ വേണ്ടി കേൾക്കാതിരിക്കാൻ ശ്രമിക്കുക, ചെവി അടയ്ക്കുക. നല്ല കാര്യങ്ങൾ പറയുന്നിടത്ത് നമ്മളെ ചെവി തുറക്കുക, കാണാൻ താല്പര്യം കാണിക്കുക. എങ്കിൽ നമ്മൾ വിജയിച്ചു. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തിന്മയാൽ നിറഞ്ഞ സാത്താൻ്റെ അപ്പം ഭക്ഷിച്ച് പരിഹാസത്തിൻ്റെ വീഞ്ഞു കുടിച്ച് ഉന്മത്തരായിരിക്കുന്നവരായിരിക്കും കൂടുതൽ. അവർ മാടി വിളിക്കും. അപ്പോൾ നമ്മളുടെ ഹൃദയത്തിലെ തെറ്റുകൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ട് അതിൽ നിന്നെല്ലാം നമ്മൾ ഒഴിഞ്ഞു മാറണം. നമ്മൾ ദൈവചിന്തയോടെ നമ്മൾ നേരെ മാത്രം സഞ്ചരിക്കുക, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതിരിക്കുക. നമ്മൾ തെറ്റിലേക്ക് പോയില്ല. ദൈവം നമ്മളെ കാത്ത് സംരക്ഷിക്കും. നമ്മൾ എല്ലാ വിശുദ്ധന്മാരും വിശുദ്ധകളും എല്ലാവരും അങ്ങനെ ആയിരുന്നു. അവർ ഇതിൻ്റെ ഇടയിലേക്ക് സഞ്ചരിച്ച്, അവർ മുള്ളുകൾക്കിടയിലൂടെ സഞ്ചരിച്ച് ശരീരം വേദന കൊണ്ട് പൊളഞ്ഞവരാണവർ. നമ്മളും ചിലപ്പോൾ അങ്ങനെയൊക്കെ വേദനിക്കേണ്ടി വരും. ദൈവത്തെ പ്രതി, നന്മയെ പ്രതി നമ്മൾ വേദന അനുഭവിക്കുന്നതാണെങ്കിൽ നന്മ ചെയ്തിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ് നല്ലത്. തിന്മ ചെയ്തിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് നന്മ ചെയ്തിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ് നമ്മളേറ്റവും സ്വീകാര്യമായത് എടുക്കേണ്ടത്.